എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്വാദിഷ്ടമായ കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1.5 കപ്പ് കടലയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 4 കപ്പ് വെള്ളമൊഴിച്ച് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കുക. 8 മണിക്കൂറിനു ശേഷം കടല നല്ലപോലെ കഴുകിയെടുത്ത് വേവിക്കാനായി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്കിനി ചേർക്കേണ്ടത് മീഡിയം വലിപ്പമുള്ള 1.5 സവാള നീളത്തിൽ അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞ ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തതിനു ശേഷം 2 കപ്പ് വെള്ളം ഒഴിക്കുക. നല്ലപോലെയൊന്ന് ഇളക്കി കൊടുത്ത് പ്രഷർ കുക്കർ അടച്ചുവെച്ച് വേവിക്കണം. കടല വെന്തു കിട്ടാൻ ഏകദേശം 5 മുതൽ 6 വിസിൽ വരെ മതിയാവും. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 4 വിസിൽ ലോ ഫ്ലെയിമിലും വേണം വേവിച്ചെടുക്കാൻ. അതിനുശേഷം കുക്കറിലെ എയർ മുഴുവനും സാവധാനം പോകുന്നതുവരെ മാറ്റിവെക്കുക. ഈ സമയം കറി തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് 1.5 തക്കാളിക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. തക്കാളി വഴന്നതിന് ശേഷം തീ കുറച്ചിടണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 2 മിനിറ്റ് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. അതിനായി കുക്കറിലെ എയർ മുഴുവനായി പോയതിനു ശേഷം മൂടി തുറക്കാം. കടല നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയതിനു ശേഷം തിളയ്ക്കുന്നതുവരെ മൂടി വയ്ക്കുക. ഇതിലെ ചാറൊന്ന് വറ്റിവരുമ്പോൾ തീ ഒന്ന് കുറച്ചതിനു ശേഷം 1 കപ്പ് തേങ്ങയുടെ 1/4 പാലും കുറച്ച് മല്ലിയിലയും ചേർക്കണം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് മൂടി വെച്ചതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ കടലക്കറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.